കൃപയുടെ നീർച്ചാലുകൾ എന്ന ഈ ശുശ്രൂഷ ഷാലോം ടെലിവിഷനിലൂടെ നമ്മുടെ സ്വീകരണ മുറികളിൽ എത്തുമ്പോൾ നാളിന്ന് വരെ ഈ ശുശ്രൂഷകളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും, വിശേഷിച്ച് ദൈവവചനത്തോട് കാണിക്കുന്ന എല്ലാ ആത്മാർത്ഥതയ്ക്കും വിശേഷിച്ച് നന്ദി പറയുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ തുടർമാനമായുള്ള പഠനം ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമാകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ടെലിവിഷൻ സ്ക്രീനിലൂടെ വിശ്വസിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളും കഴിഞ്ഞ ആഴ്ചകളിൽ കേൾക്കുന്നതിൽ ഒരുപാട് കർത്താവിൽ സന്തോഷിക്കുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ തുടർമാനമായിട്ട് തന്നെ അത് വരികയാണ്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരു ഭാഗമായിട്ടാണ്, ഒരു ഖണ്ഡികയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഖണ്ഡികയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്, തലക്കെട്ടെന്ന് പറയുന്നത് രക്ഷ ദൈവത്തിൻ്റെ ദാനം എന്നുള്ളതാണ്. ഞാൻ വായിക്കുകയാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അപരാധങ്ങളും പാപം മൂലം ഒരിക്കൽ മൃതരുമായിരുന്നു നിങ്ങൾ. അതാണ് ആദ്യ സെൻറ്റൻസിൽ തന്നെ ആരംഭിക്കുന്നത്. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു, മരണാവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞാണ് എഫെസോസ് 2 ആരംഭിക്കുന്നത്. അപരാധങ്ങളും പാപങ്ങളും മൂലം മരിച്ചവരായിരുന്നു നാം. അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് 3 ഭാഗമായിട്ട് എടുക്കുകയാണ്. എന്തായിരുന്നു നിങ്ങൾ, എന്താണ് നിങ്ങൾ, ഇനി എന്താകണം നിങ്ങൾ, അതാണ് ഈ വിശദീകരണം. എന്തായിരുന്നു നമ്മുടെ മുമ്പിലത്തെ അവസ്ഥ, അതാണ് ആദ്യമേ പറയുന്നത്. അപ്പം പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ആ 3 കാലഘട്ടത്തിലുള്ള ദൈവിക ഇടപെടലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? എഫെസോസ് 2:1 അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ മൃതരായിരുന്നു നാം, മരണാവസ്ഥയിലായിരുന്നു നാം അന്ന്. അപ്പം നമുക്ക് മനസ്സിലായില്ല, അന്നെന്ന് പറയുമ്പോൾ പുറകിലേക്കാണ് നോക്കുന്നത്. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും, അപ്പം പഴയകാലം അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചും ആണ് നിങ്ങൾ നടന്നിരുന്നത്. പഴയകാലങ്ങൾ പറയുകയാണ്. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മൾ മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. അതാണ് പഴയകാലം. ഇനി ഇതിനിടയിൽ എന്ത് സംഭവിച്ചു, അതാണ് 2-ാമത്തെ. അപ്പം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, എഫെസോസ് 2 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പഴയകാലമാണ്. അപ്പോൾ പഴയകാലത്തിൻ്റെ കാര്യം ഒരുപാട് വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നിങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചിരുന്നു. അതാണ് പഴയകാലം. ജഡമോഹങ്ങളിൽ ജീവിച്ചിരുന്ന പഴയകാലം. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പഴയ കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് കാരണം പാപമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പഴയ കാലത്തിൽ എന്ത് സംഭവിച്ചു? ഇനി ആണ് ആ പാസ്റ്റ് കഴിഞ്ഞു, ഇനി പ്രസൻറ്റിലേക്ക് വരികയാണ്. പ്രസൻറ്റിൽ എന്ത് സംഭവിച്ചു എന്നാൽ ഞാൻ വായിക്കുന്ന എഫെസോസ് 2:4 എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചിരുന്നിട്ടും, അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ വി വെർ ഡെഡ് ഇൻ സിൻ, അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ പാപം വഴി മരിച്ചിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ, അപ്പോൾ ഇനിയാണ് ആ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളുടെ പഴയ കാലത്തിലേക്ക് വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കി. കരുണാസമ്പന്നനായ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ പാപം വഴി മരിച്ചിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത്. ആകത്തുക, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക ഈ ഒരൊറ്റ വാക്യത്തിലൂടെ നമുക്ക് പൊരുൾ വെളിപ്പെട്ട് കിട്ടുകയാണ്. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, അതിനകത്ത് എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന, നാളെ ഞാൻ അനുഭവിക്കേണ്ടിയിരിക്കുന്ന എൻ്റേതായ സകലത്തിൻ്റെയും രഹസ്യം ഇതാ പരിശുദ്ധാത്മാവ് പൗലോസ് ലീഹയിലൂടെ നമ്മുടെ എഫെസോസ് 2:4 സംസാരിക്കുകയാണ്. അതെന്താണ് എന്ന്, പാപം വഴി നാം മരിച്ചിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രതികരിക്കാൻ കഴിയാതെ പാപം സംബന്ധമായി മരിച്ചിരുന്നിട്ടും,
മരണാവസ്ഥയിൽ മൃതനായിരുന്നിട്ടും ദൈവം എന്ത് ചെയ്തു? കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹത്താൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ ആദ്യ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് കാണുന്നത്. സ്വാഭാവികമായിട്ടും പാപസംബന്ധമായി മൃതരായിരിക്കുന്ന നമ്മോട് ഇങ്ങനെ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ലവരെ സ്നേഹിച്ചാൽ മതി. എന്നാൽ ഞാൻ കൊള്ളരുതാത്തവനായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചു വന്ന സ്നേഹം, അതിനെക്കുറിച്ച് എഫെസോസ് 2:4 പറയുന്നത്, എന്നാൽ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ. ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ദൈവം സ്നേഹമാണെന്നുള്ളത് മാത്രമാണ്. അത് വാങ്ങാൻ ഞാൻ യോഗ്യനോ അത് നേടാൻ ഞാൻ യോഗ്യനോ അല്ലായിരുന്നപ്പോൾ എന്നോട് കാണിച്ച മഹാസ്നേഹത്താൽ. അവിടെ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവം എന്നോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. ഞാൻ വായിച്ചത് എഫെസോസ് 2 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ്, ഈശോയുടെ ഉദ്ധാനത്തിൽ വാസ്തവത്തിൽ എന്നെയും ഈശോയോടൊപ്പം ഉദ്ധാനം നടക്കുകയായിരുന്നു. എൻ്റെ ഉദ്ധാനവും ഈശോയോടൊപ്പം നടക്കുകയായിരുന്നു. ഈശോ ഉയർത്തപ്പോൾ എന്നെയും ഈശോയോടൊപ്പം ഉയർപ്പിക്കുകയായിരുന്നു. അതിന് മുഴുവൻ അടിസ്ഥാനം എൻ്റെ വിശ്വാസം പോലുമല്ല. ഞാൻ വിശ്വസിക്കാൻ വേണ്ടി അതെല്ലാം ചെയ്തത്. പക്ഷേ എല്ലാം ദൈവം ചെയ്തത് തൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. കരുണയിൽ സമ്പന്നനായ ദൈവം, ഗോഡ് ഹു വാസ് റിച്ച് ഇൻ മേഴ്സി ആൻഡ് കൈൻഡ്നസ്, അതാണ് ആ കരുണാസമ്പന്നനായ ദൈവം എന്നോട് കാണിച്ച മഹാസ്നേഹത്തിൽ നിന്നാണ് എല്ലാം ചെയ്തത്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ പാപം വഴി മരിച്ചവരായിരുന്നിട്ട് കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. എന്നിട്ട് പറയാ, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ രക്ഷ ദൈവത്തിൻ്റെ ദാനം എന്ന ഈ ഖണ്ഡികയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, രക്ഷ സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു നമുക്ക് എന്ന് പറയാൻ വേണ്ടി പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിൽ എഴുതുകയാണ്, പാപസംബന്ധമായി മരിച്ചവരായിരുന്നു നാം എന്ന് പറഞ്ഞാൽ മരണാവസ്ഥയിൽ കിടക്കുന്ന മൃതനായ ഒരാൾക്ക് എന്ത് ചെയ്ത് നേടുവാൻ കഴിയും? നിങ്ങൾക്കറിയാം, ഒരു ശവശരീരത്തോട് അതെടുത്തോ എന്ന് പറഞ്ഞാലും മരിച്ചു കിടക്കുന്ന ഒരാളോട് അതെടുക്ക്, അല്ലെങ്കിൽ അത് നേട്, അല്ലെങ്കിൽ അവിടുന്ന് മാറ്, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ അവൻ പറയും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം, അവൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം അത് മരിച്ചു കിടക്കുകയാണ് അല്ലേ. ഈ അവസ്ഥയിലായിരുന്ന ദൈവത്തിൻ്റെ രക്ഷ കരഗതമാക്കാനോ ദൈവത്തിൻ്റെ രക്ഷ നേടാനോ ഒന്നും കഴിയാത്ത നിലയിൽ നമ്മൾ മരിച്ചവരായിരുന്നു. വി വർ ഡെഡ് ഇൻ സിൻ ആൻഡ് ട്രെസ്പാസസ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. അപ്പോൾ എന്താണ് വന്നത്? കരുണയിൽ സമ്പന്നനായ ദൈവത്തിൻ്റെ മഹാസ്നേഹം. ആ സ്നേഹത്തിൽ നിന്നാണ് ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. 5-ാമത്തെ വാക്യം, ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവിടുത്തെയോടൊപ്പം ഇരുത്തുകയും ചെയ്തു. ഇത് മുഴുവൻ ചെയ്തത് നാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണ്, നാം വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെയാണ്. നമ്മളെപ്പോഴും വിശ്വസിച്ചേ? എന്നെ കേൾക്കുന്നവരിൽ ഏറ്റവും പ്രായം ചെന്നയാളും കർത്താവിനെ വിശ്വസിച്ചിട്ട് 100 വർഷമേ ആയുള്ളൂ. 100 വർഷത്തിനപ്പുറത്ത് കർത്താവിനെ വിശ്വസിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാരും ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ നോക്കൂ, 2000 വർഷം മുമ്പ് ഈശോയോടൊപ്പം ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം എന്നെ ഉയർപ്പിക്കുകയും ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം എന്നെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഞാൻ ചെയ്ത പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലോ അല്ല. പിന്നെ എങ്ങനെയാണ്? കരുണയിൽ സമ്പന്നനായ ദൈവം തൻ്റെ മഹാകൃപയാൽ. അപ്പം 3 കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്ന് പഴയ കാലഘട്ടമാണ്. അന്ന് നമ്മൾ പാപത്തിൽ മൃതരായിരുന്നു, പാപത്തിൽ മരിച്ചവരായിരുന്നു. ഇതിനിടെ എന്നാ സംഭവിച്ചു? ഇപ്പോൾ കർത്താവായ യേശുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ചു. ഇനി എന്തിനു വേണ്ടിയാണ് ഉയർപ്പിച്ചത്? അതാണ് 3-ാമത്തെ ഭാഗം. അതും വിശദീകരിക്കുമ്പോൾ സ്വർഗത്തിൽ അവനോടുകൂടെ നമ്മെ ഇരുത്തുകയും ചെയ്തു. എഫെസോസ് 2:6 വാക്യം വായിക്കുക. യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. ചെയ്യുമെന്നല്ല, ചെയ്തു. അവിടുന്ന് യേശുക്രിസ്തു വഴി നമ്മോട് കാണിച്ച കാരുണ്യത്താൽ. ഇനിയാണ് ഞാൻ വായിക്കുന്ന എഫെസോസ് 2:7. അവിടുന്ന് യേശുക്രിസ്തു വഴി നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാമധ്യേ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. ഹല്ലേലൂയ. നമ്മൾ അതാണ് മനസ്സിലാക്കുക. വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ തൻ്റെ അപരിമിതമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് അങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്?
ഈശോയോടൊപ്പം നമ്മെ ഉയർപ്പിച്ചു. ആര്? കരുണാസമ്പന്നനായ ദൈവം, പിതാവായ ദൈവം യേശുക്രിസ്തുവിനോടൊപ്പം നമ്മെ ഉയർപ്പിച്ചു. എന്തിനാ ദൈവം അത് ചെയ്തത്? അതാ ഇവിടെ വായിക്കുന്നത്. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ അപരിമേയമായ കൃപാ സമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. അപ്പം വരും കാലഘട്ടങ്ങൾ, ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്ന് എന്നാത്തിനാ ചെയ്തേ? ഇന്ന് കൃപയുടെ സമൃദ്ധിയെ, ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിയെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മെ ഈശോയോടൊപ്പം ഉയർപ്പിച്ച്, ഈശോയോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തി, മൃതരായിരുന്ന നമ്മെ ജീവിപ്പിച്ച്, നമ്മെ രക്ഷിച്ച്, ഈശോയോടൊപ്പം എഫെസോസ് 2:6 നോക്ക്. യേശുക്രിസ്തുവിനോടുകൂടെ നമ്മെ അവിടുന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവിടുത്തെയോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ച, നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ, ദൈവത്തിൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ, ഹല്ലേലൂയ, അതാണ് വാക്യം, ദൈവത്തിൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധി. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ അപരിമേയമായ കൃപയുടെ സമൃദ്ധി. ഹല്ലേലൂയ. ആ സമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വരും കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ അപരിമേയമായ കൃപയുടെ സമൃദ്ധിയെ എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കും മുമ്പേ എന്നെ ഈശോയോടൊപ്പം, ഈശോ ഉദ്ധിതനായപ്പം ഈശോയോടൊപ്പം എന്നെ ഉയർപ്പിച്ചു. ഈശോ സ്വർഗത്തിൽ ഇരുന്നപ്പോൾ ഈശോയോടൊപ്പം എന്നെ സ്വർഗത്തിൽ ഇരുത്തി. എന്തിനാ അത് ചെയ്ത്? വരും കാലഘട്ടങ്ങളിൽ തൻ്റെ കൃപയുടെ അപരിമേയ മഹത്വത്തെ എല്ലാവരും അറിയണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. വിശ്വാസം വഴിയാണ്, കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇനിയാണ് നോക്കിയേ, 8-ാം വാക്യത്തിലാണ് വിശ്വാസം വരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു നമ്മെ രക്ഷിച്ചു, എന്നിട്ട് പറയും 8-ാം വാക്യത്തിൽ എന്തിനാണ് നമ്മെ രക്ഷിച്ചത്? നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിച്ചത്? ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്നാണ് രക്ഷിച്ചത്. അപ്പോൾ ഇനി നമ്മൾ എന്നാ ചെയ്യണം? ഇനിയാണ് നമ്മൾ എന്നെ രക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കേണ്ടത്. ആ രക്ഷയുടെ സന്തോഷത്തിൽ ഇനിയാണ് ഞാൻ ജീവിക്കേണ്ടത്. അപ്പം രക്ഷയുടെ ത്രികാലം, 3 കാലഘട്ടങ്ങൾ ഇവിടെ വ്യക്തമാകുന്നു. രക്ഷയുടെ ഒരു ഭാഗമാണ് ദൈവം തൻ്റെ മഹാസ്നേഹത്തിൽ എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നത്. എന്നാൽ അവിടെ കൊണ്ട് രക്ഷ അവസാനിക്കുന്നില്ല. എന്നെ രക്ഷിച്ച രക്ഷയിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ ഇനി രക്ഷയോട് ചേർന്ന് പ്രവൃത്തി വരികയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. എന്നെ രക്ഷിച്ചത് ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്ന്, പക്ഷേ എന്നെ രക്ഷിച്ചതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് അവിടുത്തെ രക്ഷയോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കാൻ തന്നെയാണ്. ഹല്ലേലൂയ. ഇനി 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. എഫെസോസ് 2:8 അപരിമേയ കൃപയുടെ അപരിമേയ സമൃദ്ധി വ്യക്തമാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതെന്ന് എഫെസോസ് 2:7 കണ്ടല്ലോ. ഇനി 8-ാമത്തെ വചനം നോക്കൂ. വിശ്വാസം വഴിയാണ് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അഹങ്കരിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് തോന്നും ഈ രക്ഷയ്ക്കകത്ത് പ്രവൃത്തിയില്ല, പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല നമ്മെ രക്ഷിച്ചത്. ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആരുടെയും പ്രവൃത്തി ദൈവത്തിൻ്റെ രക്ഷയുടെ 1-ാം ഘട്ടത്തിൽ വരുന്നില്ല. എന്നാൽ 2-ാം ഘട്ടം നോക്കൂ. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. എഫെസോസ് 2:10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തിക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ എഫെസോസ് 2:8 നമ്മളോട് പറഞ്ഞു, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, ആരും പ്രശംസിക്കാതിരിക്കാൻ, ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല രക്ഷ എന്ന് പറഞ്ഞിട്ട് എഫെസോസ് 2:10 നമ്മളോട് പറയുന്നു നാം ദൈവത്തിൻ്റെ കരവേലയാണ്. എന്തിനാ ദൈവത്തിൻ്റെ കരവേല? നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തിക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തിക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എഫെസോസ് 2:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള വായനയാണ് നാം ശ്രദ്ധിച്ചത്. ഇവിടെ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ഈ ടൈറ്റിൽ, ഈ തലക്കെട്ടെടുത്ത് ഇത് വിശദീകരിക്കുമ്പോൾ 3 ഭാഗമായിട്ട് പറയുകയായിരുന്നു. ഒന്ന്, നാം മരിച്ചവരായിരുന്നു, അപരാധങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. രണ്ടാമത്തെ കണ്ടു, കരുണാസമ്പന്നനായ ദൈവം തൻ്റെ മഹാസ്നേഹത്താൽ നമ്മെ രക്ഷിച്ചു. ഇനി ആ രക്ഷിച്ച ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് നമ്മിൽ ആ രക്ഷ
പ്രാവർത്തികമാകുന്നത്, നമ്മിൽ ആ രക്ഷയുടെ പ്രവൃത്തി ആരംഭിക്കുന്നത്. അപ്പം രക്ഷണ്യ പ്രവൃത്തി അത് ദൈവത്തിൻ്റെതാണ്. എന്നാൽ ആ രക്ഷണ്യ പ്രവൃത്തിയോട് ചേർന്ന് സഹകരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതാ എഫെസോസ് 2:10 വ്യക്തമായിട്ട് പറയും, നാം അവിടുത്തെ കരവേലയാണ്. നാം ചെയ്തു പോരാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവർത്തികളുണ്ട്. അപ്പൊ സൽപ്രവൃത്തിയിലൂടെ രക്ഷയുണ്ടോ? സൽപ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ രക്ഷ ഒരു മനുഷ്യന്റെ സൽപ്രവൃത്തിയിലൂടെ അല്ല. എന്നാൽ സൽപ്രവൃത്തിയിലൂടെ അവനിൽ വന്ന രക്ഷ അവനിൽ വളരുകയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത് സൽപ്രവൃത്തിയിലൂടെ അല്ല. ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത് ദൈവം അവനോട് കാണിച്ച മഹാസ്നേഹത്തിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷണ്യ മഹാസ്നേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തി, അതാണ് സൽപ്രവൃത്തി എന്ന് പറയുന്നത്. എനിക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു പാരഗ്രാഫാണ് എഫെസോസ് 2:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസം മൂലം പോലുമല്ല എന്ന്, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയുന്ന ആദ്യ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എന്നിട്ടാണ് പറയുന്നത്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി. കണ്ടോ, നാം ചെയ്യാൻ വേണ്ടി. എൻ്റെ റോള് ഞാൻ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുക? മുൻകൂട്ടി എന്ത് ചെയ്യുക? നിശ്ചയിച്ചിരിക്കുക. ഞാൻ ചെയ്യാൻ വേണ്ടി, അങ്ങനെ വായിക്കുക, ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. എഫെസോസ് 2:10 ശ്രദ്ധിക്കും. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തിക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ 3 കാലഘട്ടമാണ്. 1 പഴയ കാലഘട്ടം, അവിടെ നമ്മൾ മരിച്ചവരായിരുന്നു. 2 വിശ്വസിച്ച ഇപ്പോഴത്തെ കാലഘട്ടം. 3 മൂന്നാമത്തെ നമ്മുടെ ഭാവി പരിപാടി. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മളെ നിയമിച്ചിരിക്കുകയാണ്. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മെ നിയമിച്ചിരിക്കുകയാണ്. വി ആർ ഓർഡൈൻഡ് ഫോർ ദി ഗുഡ് വർക്ക്സ്. വി ആർ പ്രീഡെസ്റ്റൈൻഡ് ഓർ പ്രീ പ്ലാൻഡ് ആൻഡ് പ്രീ ഓർഡൈൻഡ് ഫോർ ദി ഗുഡ് വർക്ക്സ്. അതാണ് സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മളെ രീതിയിരിക്കുക, നിശ്ചയിച്ചിരിക്കുക. അപ്പോൾ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ ദാനത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും. ഒന്നുകൂടെ ഞാൻ പറയാം, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനമായ രക്ഷയോടുള്ള മനുഷ്യൻ്റെ റെസ്പോൺസാണ്. ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ദാനം സ്വീകരിച്ച മനുഷ്യൻ്റെ പ്രതികരണമാണ് അവൻ്റെ വിശ്വാസവും അവൻ്റെ പ്രവൃത്തിയും. ഇതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഒരുവന് വിശ്വാസമുണ്ട്, പ്രവൃത്തിയില്ല എങ്കിൽ ആ വിശ്വാസം ഡെഡാണ്, അത് ചത്ത വിശ്വാസമാണ്. വിശ്വാസത്തോടൊപ്പം പ്രവൃത്തിയും ചേർന്ന് വരുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് പ്രവൃത്തിയിലൂടെ പ്രൂവ് ചെയ്തു. അവിടെയാണ് നമ്മൾ ഈ 2 മുഖവും വ്യക്തമായിട്ട് രക്ഷയോട് ബന്ധപ്പെട്ടുള്ളത് മനസ്സിലാക്കുന്നത്. എഫെസോസ് 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ഈ വ്യക്തമായി ഈ ഒരു ബോധ്യത്തിലേക്ക് വരിക. യേശുക്രിസ്തു തൻ്റെ മഹാസ്നേഹത്താൽ എന്നെ രക്ഷിച്ചിരിക്കുന്നു, ഈശോയോടൊപ്പം സ്വർഗത്തിൽ എന്നെ ഇരുത്തിയിരിക്കുന്നു. എനിക്ക് അങ്ങനെ ഇരുത്തി വെച്ചിട്ട് എനിക്കൊരു വലിയ കർത്തവ്യം തന്നിരിക്കുകയാണ്. ആ കർത്തവ്യം എന്താണ്? സൽപ്രവൃത്തിക്കായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. എഫെസോസ് 2:10 വാക്യമാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തിക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈശോയിൽ നാം പുതിയ സൃഷ്ടിയാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓരോ സൽപ്രവൃത്തിയിലൂടെയും ഇന്ന് ദൈവീക രക്ഷയുടെ വളർച്ച നമ്മിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുന്ന എഫെസോസ് 2-ാം അധ്യായം അവസാനിക്കുന്നത് ചെയ്തു പോരാൻ വേണ്ടി എന്ന് പറഞ്ഞാണ്. നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പം 2 മുഖം നമുക്ക് ഇതിൻ്റെ അകത്ത് വ്യക്തമാകുന്നു. ഒന്ന്, ഗോഡ്സ് പാർട്ട്, ദൈവത്തിൻ്റെ ഭാഗം. ദൈവത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യം കേട്ടത്. കരുണയിൽ സമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹത്താൽ ദൈവം എല്ലാം ചെയ്തു. എന്നിട്ട് 2-ാമത്തെ ഭാഗം പറയുക, മനുഷ്യൻ്റെ വിശ്വാസം. ആ എല്ലാം ചെയ്ത ദൈവത്തിലുള്ള ആശ്രയമാണ് വാസ്തവത്തിൽ വിശ്വാസം. അതാണ് 2-ാമത് വരുന്നത്. അതാണ് നമ്മൾ 8-ാം വിശ്വാസം വഴി. എഫെസോസ് 2:8 വിശ്വാസം വഴി. കണ്ടോ, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്രവൃത്തിയോടൊത്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ പ്രവൃത്തി അതോട് ചേർന്ന് വരുന്നു. എഫെസോസ് 2:10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യുന്നതിന് വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ
സൽപ്രവർത്തിക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ കൃപയുടെ നീർച്ചാലുകൾ എഫെസോസ് 2:1-10 വരെയുള്ള വാക്യങ്ങൾ വരുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകുന്നു. ദൈവത്തിൻ്റെ നിശ്ചയിച്ചുറപ്പിച്ച പദ്ധതിയിൽ ഉരുവാകപ്പെട്ടവരാണ് നാം എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ മടിയിൽ പിതാവിൻ്റെ വലതുഭാഗത്തുള്ള പുത്രനോടൊപ്പം ഇരുത്തപ്പെട്ട വലിയ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് നാം എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി ഈ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകലത്തെ നോക്കി നാം ജയാളികളായി മാറുകയാണ്. സൗഖ്യമാകട്ടെ, സഹനമാകട്ടെ, സഹനത്തിലൂടെ സൗഖ്യമാകട്ടെ, സൗഖ്യത്തിലൂടെ സഹനമാകട്ടെ, ഏതിനെയും നേരിടുവാനും ഏതിലൂടെയും കടന്നു പോകുവാനുള്ള ആത്മധൈര്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാരണം എഫെസോസ് 2:6 നമ്മോട് പറയുന്നു, നാം ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് ഈശോയോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാകും. ഇന്ന് കേൾക്കാൻ പോകുന്ന സാക്ഷ്യം അതുതന്നെയാണ്. ഈശോയോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സർവ്വസാധാരണമാണ്. ഇന്ന് കേൾക്കുന്ന ആ സാക്ഷ്യത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. സാക്ഷ്യം കേട്ടിട്ട് വേഗത്തിൽ വരിക. കൃപ നമ്മോടുകൂടെ. സൗഖ്യമായിക്കോട്ടെ. കരമൊന്ന് തുറന്നു പിടിച്ച്, കൈ ഇങ്ങനെ തുറന്നു പിടിച്ച്. യെസ് നാഥ, അങ്ങയുടെ കൈ കഴുത്തലിലേക്ക് ഈ മിനിറ്റിൽ ശക്തി ഇറങ്ങുന്നുണ്ട് അവരുടെ മേൽ. കാണൂ 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 കാണൂ, യേശുവിന്റെ ശക്തി ഇറങ്ങുന്നുണ്ട്. ഈ മകളുടെ മേൽ ശക്തി ഇറങ്ങട്ടെ. ടച്ച് ഓഫ് ജീസസ്. സ്പർശനം നടക്കട്ടെ. സ്പർശനം നടക്കട്ടെ. സ്പർശനം നടക്കട്ടെ. ബി ഹീൽഡ്, be healed, be healed, be healed. സുഖം പ്രാപിക്കുക, സുഖം പ്രാപിക്കുക. കഴുത്തെല്ലിലേക്ക് യേശുവിൻ്റെ സ്പർശനം നടക്കട്ടെ. ഈ കഴുത്തെല്ലിലേക്ക് യേശുവിൻ്റെ സ്പർശനം നടക്കട്ടെ. ഈ മിനിറ്റിൽ തന്നെ അത് വ്യാപിക്കട്ടെ. എൻ്റെ മകൾ സുഖമായതിന് നന്ദി. കരങ്ങളെ തട്ടിയൊന്ന് യേശുവിന് ആരാധന. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കഴുത്തെല്ലുകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, വലത്തെ കഴുത്തിൻ്റെ ഭാഗത്താണ് സൗഖ്യം വ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ എടുത്തു വിളിച്ച് ചോദിച്ചത്. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തന്നെ അവിടെ ചൂട് തട്ടി എന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന എന്തെങ്കിലും പ്രയാസം അവിടെ ഉണ്ടോ എന്ന് നോക്കും. നല്ലതായിട്ട് നോക്കാം, നല്ലതായിട്ട് നോക്കാം, നല്ലതായിട്ട് നോക്കാം. ഇല്ല, ഒന്നുമില്ല. ഇതെങ്ങനെ ഉണ്ടായതായിരുന്നു? ചുമടേറ്റിണ്ടായിരുന്നു. പണിക്ക് പോണതാണ്. അപ്പൊ ചുമടേറ്റിയപ്പോൾ അത് ഭയങ്കര ഭാരമായി. കുനിയാനും ഇവരാരും മലർന്ന് കിടക്കാനും ഒന്നിനും പറ്റുണ്ടായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് നോക്കി. അല്പമെങ്കിലും വേദന അവശേഷിക്കുന്നെങ്കിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം. ഇല്ല ഇല്ല ഇല്ല. കരങ്ങളെ തട്ടിയൊന്ന് യേശുവിനാണ്. എല്ലാ സാധ്യതകളെയും ഭേദിച്ചാണ് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം, കർത്താവ് ചെയ്ത വലിയ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടത്. അടുത്ത അത്ഭുതം നമ്മളുടേതാകട്ടെ. വലിയ വിശ്വാസത്തോടെ ഈ TV സ്ക്രീനിന് നേരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് സ്വീകരിക്കാം. ദൈവകൃപയുടെ വലിയ കടാക്ഷം നമ്മിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടവരട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് നാനാവിധ വ്യഥകളാൽ, വേദനകളാൽ തളർന്ന് തകർന്ന് ജീവിതത്തിൽ അർത്ഥം നഷ്ടപ്പെട്ടവരായിട്ട് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, വചനത്തിൻ്റെ ഉറവിടമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. വീടുകളിലേക്ക് ഈ വചനം ചെല്ലുമ്പോൾ മാരക രോഗവിപത്തുകൾ ഈ സമയത്ത് തന്നെ ഭവനങ്ങളിൽ നിന്ന് പടിയിറങ്ങട്ടെ. പരമ്പരാഗത ശാപങ്ങളെന്ന് വിളിക്കപ്പെടുന്ന പാരമ്പര്യ ശാപങ്ങൾ പോലും യേശുവിൻ്റെ കുരിശിൽ തീർന്നതാണല്ലോ. ഇന്ന് ആ ഒരു വലിയ പരിജ്ഞാനത്തിൽ നിന്റെ മക്കൾ തല ഉയർത്തട്ടെ. ഈശോയോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു എന്ന സൗഭാഗ്യത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ സൽപ്രവൃത്തി ചെയ്യാൻ ഈ വചനം എല്ലാ മക്കൾക്കും ബലമായി തീരട്ടെ. ഞങ്ങളുടെ പേരുകൾക്ക് കാരണമായ വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഈ സമയത്ത് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയുടെ വലങ്കരം കോർക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വിശേഷമായ ഒരു പ്രതിഷ്ഠ കൊണ്ട് ഈ മക്കളെ
ഓരോരുത്തരെയും സ്വീകരിക്കണമേ. സ്വർഗീയ മാലാഖമാരെ കാവൽ മതിൽ തീർക്കണമേ. സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി സഭയാം ശരീരത്തിൻ്റെ മുഴുവൻ ഐശ്വര്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട ദിവ്യബലികളുടെ സകല ഐശ്വര്യങ്ങളും സഭയാം ശരീരത്തിൻ്റെ മുഴുവൻ ഐക്യമായ ഐശ്വര്യങ്ങളും ഇന്ന് എല്ലാ ഭവനങ്ങളിലേക്കും ഈ വചനം വഴി ചെല്ലുവാൻ ഇടയാകട്ടെ. കൃപയുടെ നീർച്ചാലുകൾ വലിയ അത്ഭുതങ്ങൾ ഭവനങ്ങളിൽ സൃഷ്ടിക്കുന്നതായി മാറട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ. അവരവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമമർത്തി വെച്ച് യേശുവേ എന്ന് വിളിക്കുന്ന മക്കളുടെ മേലെ കൃപാകടാക്ഷങ്ങളെ നീട്ടണമേ. പരിശുദ്ധമായ ദൈവവചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അയക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോടു കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിൻ